19 വർഷത്തിന് ശേഷം പാർട്ടി ചിഹ്നത്തിൽ എം സ്വരാജിനെ രംഗത്തിറക്കുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ഇടതുമുന്നണിക്ക്. ഭരണവിരുദ്ധ വികാരം മറികടന്ന് യുവാക്കളുടെ അടക്കം വോട്ട് നേടാമെന്നും കരുതി. പക്ഷേ എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്താക്കുന്നതാണ് നിലമ്പൂരിലെ ഫലം. ആദ്യ റൗണ്ട് വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ തന്നെ നിലമ്പൂർ ഇങ്ങോട്ടെന്ന് വ്യക്തമായി. സഖാവ് കുഞ്ഞാലിയുടെ ചോര വീണ മണ്ണിൽ നിന്ന് പൂമരമുയരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നവർ നിരാശരായി. ആദ്യ 8 റൗണ്ട് വോട്ടെണ്ണലിൽ ഒരിക്കൽ പോലും മുന്നിലെത്താൻ ഇടതുപക്ഷത്തിന്റെ പടക്കുതിര എം സ്വരാജിനായില്ല. 9ാം റൗണ്ടിൽ മാത്രമാണ് സ്വരാജിന് മുൻതൂക്കം ലഭിച്ചത്. LDF നേട്ടമുണ്ടാക്കുമെന്ന് കണക്ക് കൂട്ടിയ പഞ്ചായത്തുകളിലും തിരിച്ചടി നേരിട്ടു. സ്വരാജിന്റെ പഞ്ചായത്തായ പോത്തുകല്ലിലും UDF ലീഡ് നേടി. കഴിഞ്ഞ തവണ LDF 506 വോട്ടിന്റെ ലീഡ് നേടിയ മണ്ഡലത്തിൽ ഇത്തവണ UDF നേടിയത് 800 വോട്ടിന്റെ ലീഡാണ്. വർഗീയതയ്ക്കെതിരായ പോരാട്ടവും ക്ഷേമ പെൻഷനിലെ തർക്കവുമെല്ലാം കേവലം കവലപ്രസംഗമായി മാറി. കഴിഞ്ഞ തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചപ്പോഴുള്ള വോട്ട് പോലും സ്വരാജിലൂടെ പാർട്ടിക്ക് നേടാനായില്ല. തുടർച്ചയായി 2ാം പോരാട്ടത്തിലും ഇടതുപക്ഷത്തിന്റെ ചുറുചുറുക്കുള്ള നേതാവ് പരാജയപ്പെടുമ്പോൾ അത് പാർട്ടിക്കേറ്റ തോൽവിക്കപ്പുറം സർക്കാരിനേറ്റ തിരിച്ചടി കൂടിയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ മത്സരമെന്ന് പറഞ്ഞ് നേരിട്ട തെരഞ്ഞെടുപ്പിലെ തോൽവി പാർട്ടിക്ക് ക്ഷീണം തന്നെയാണ്. രാഷ്ട്രീയം പറഞ്ഞ് പോരാടേണ്ടയിടത്ത് വർഗീയതയും പെൻഷനും റീൽസുമായിരുന്നില്ല ചർച്ചയാകേണ്ടത്. അത് വ്യക്തമാക്കുന്ന ഫലമാണ് നിലമ്പൂരിലേത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.